തന്ത്രി. ഇതുപോലൊരു കാട്ടുകള്ളനെ നമ്മൾ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ടോ? ഇല്ല. തന്ത്രി എന്ന് പറയുന്നത് ഇന്നലെ വിദ്യാസാഗർ മൂർത്തി അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്ത്രി ഒരിക്കലും അയ്യപ്പന്റെ തന്തയല്ല, അതായത് അയ്യപ്പന്റെ പിതാവല്ല. തന്ത എന്ന് പറയുമ്പോൾ പലരും പറയുന്നുണ്ട് മാന്യമായ പദം ഉപയോഗിച്ചൂടെ, മാന്യമായ വാക്ക് ഉപയോഗിച്ചൂടെ എന്ന്. ഈ തന്തയ്ക്ക് പിറന്നവൻ എന്നൊക്കെ പറയുന്നത് മാന്യമല്ലാത്ത പദമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ അറിവിൽ അത് മാന്യത അല്ലാത്ത പദമല്ല. എന്തായാലും അയ്യപ്പന്റെ പിതാവല്ല തന്ത്രി എന്ന് പറയുന്നത്. അതായത് ഈ മന്ത്രങ്ങൾ കണ്ടുപിടിച്ചത് തന്ത്രി രാജീവ് കണ്ഠരല്ല, രാജീവ് കണ്ഠരന്റെ താഴ്മൺ കുടുംബവുമല്ല. മാത്രമല്ല ഈ പ്രാണപ്രതിഷ്ഠ, അതായത് ഈ ഇരിക്കുന്ന അയ്യപ്പൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരെയാണ് അവിടെ പ്രതിഷ്ഠിച്ചത് ആ പ്രതിഷ്ഠയുടെ അവകാശം ഒരുപക്ഷെ തന്ത്രിക്ക് കൊടുക്കാം. ഇവിടെ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചതും തന്ത്രിയല്ല, അതുകൊണ്ട് ആ അവകാശവും തന്ത്രിക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ തന്ത്രി കട്ടതിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം മകന്റെ മുതൽ അച്ഛൻ കട്ടെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു അച്ഛന്മാരും ചെയ്യാത്ത കാര്യമാണത്. അപൂർവം ചില അച്ഛന്മാരെ ഉണ്ടാവുള്ളൂ. അതായത് നാടിന് ഏറ്റവും അപമാനമായ കൂതറയായി കിടക്കുന്ന കുറെ അച്ഛന്മാർ. എന്തായാലും തന്ത്രി അയ്യപ്പന്റെ അച്ഛനല്ല. അതുകൊണ്ട് തന്ത്രി വിചാരിച്ചു ശബരിമല മുഴുവൻ അങ്ങ് കൈയിട്ട് വാരാം, ശബരിമലയിലെ മുഴുവൻ സ്വർണവും തനിക്കങ്ങ് മുക്കാം, ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നാണ് തന്ത്രി രാജീവർ കണ്ഠർ അടക്കം ചിന്തിച്ചത്. പക്ഷേ അയ്യപ്പൻ കൊടുത്തത് 8ന്റെ പണിയാണ്. ഇത്തവണത്തെ മകരജ്യോതി തെളിയുന്നത് പോലും കാണാൻ തന്ത്രിക്ക് അനുവാദം അയ്യപ്പൻ കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1998 മുതൽ നടന്ന കൊള്ളയുടെ വിവരങ്ങൾ ഹൈക്കോടതി പുറത്തു കൊണ്ടുവരും. ജയിലിടിഞ്ഞാലും തന്ത്രി വെളിയിൽ വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അയ്യപ്പന് ശക്തി ഉണ്ടെങ്കിൽ ഈ കട്ടവന്മാരൊക്കെ ജയിലിൽ കിടന്ന് വിറച്ചും വിയർത്തും തീരുക എന്നുള്ളതല്ലാതെ ഇവന്മാരാരും പുറത്തു വരില്ല. സാധാരണക്കാരൻ അല്ലെങ്കിൽ പണമുള്ളവൻ ആരും ആയിക്കൊള്ളട്ടെ 41 ദിവസം വ്രതം എടുത്ത് കല്ലും മുള്ളും ചവിട്ടി ഇരുമുടി കെട്ടുമായാണ് ശബരിമലയിൽ എത്തുന്നത്. ആ ശബരിമലയിലെത്തി സ്വാമിയെ ശരണമയ്യപ്പ എന്ന മനസ്സുരുകിയാണ് വിളിക്കുന്നത്. അവിടെ കൊടുക്കുന്നതൊക്കെ ഭഗവാനാണ്. ഭഗവാൻ ഇതൊക്കെ വാങ്ങി ഭഗവാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പിന്നെ കാണിക്ക തരണം, എനിക്ക് ദക്ഷിണ തരണം, അല്ലെങ്കിൽ എന്നെ കാണാൻ വരുമ്പോൾ നിങ്ങൾ ഇന്നത് കൊണ്ടുവരണം? ഒരു ദൈവങ്ങളും അത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കൊടുക്കുന്ന എന്താണ്? ആ ക്ഷേത്രം വിപുലീകരിക്കാൻ, ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്, ആ ക്ഷേത്രത്തിന്റെ വികസനത്തിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് 1922 അത് ഉണ്ടാക്കിയത്. അതിനുശേഷം ഈ താഴ്മൺ കുടുംബം, അതായത് ഈ പഴയ അയ്യപ്പന്റെ അല്ലെങ്കിൽ ശബരിമലയിൽ ആചാരം നടത്തിയിരുന്ന ആദിവാസ സമൂഹത്തെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ താഴ്മൺ കുടുംബം അല്ലെങ്കിൽ ബ്രാഹ്മണ ആധിപത്യം വന്നത് മുതലാണ് ശബരിമലയിലെ കൊള്ള ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതിനു മുൻപ് ഈ മലയരയന്മാർ അവരായിരുന്നു അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഈ സ്വത്തിലോ പണത്തിലോ കണ്ണില്ല എന്നുള്ളതാണ്. അതിലെ 1-2 ആൾക്കാർ ഈ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലോട്ട് മാറുകയും ഈ പണ്ട് അവിടെ ഉപയോഗിച്ചിരുന്ന ഈ വാളും ചിലങ്കയും ഒക്കെ ചില മിഷണറിമാർക്ക് കൊടുത്തുവെന്നും അവർ ലണ്ടനിലെ മ്യൂസിയത്തിലേക്ക് അത് മാറ്റിയെന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ചരിത്രരേഖകളിൽ പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പോയതിനു ശേഷം പിന്നീട് ശബരിമലയിൽ ഈ ബ്രാഹ്മണ ആധിപത്യം കൊണ്ടുവന്ന ആദ്യത്തെ ഈ ശബരിമല ക്ഷേത്രം കത്തിക്കുന്നു. 2 തവണ കത്തിക്കുന്നു. ആ 2 വിഗ്രഹങ്ങളും എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. പിന്നീടാണ് ഇപ്പോഴുള്ള അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കുന്നത്. തന്ത്രി കണ്ഠർ രാജീവർ വിചാരിച്ചു താനാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയൻ, അതുകൊണ്ട് തനിക്ക് മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങാം, തനിക്കും തന്റെ കുടുംബത്തിനും തനിക്കിതിൽ നിക്ഷേപങ്ങൾ നടത്താം, തനിക്കിതിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2004 മുതലുള്ള ബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുപോയ തന്ത്രിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. തന്ത്രിയെ മാത്രം പിടിക്കുന്നതിന് പറഞ്ഞ് ഇവിടെ കുറെ എണ്ണം കിടന്ന് നിലവിളിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. തന്ത്രിയാണ് ഇതിലെ മുഖ്യ കണ്ണിയെങ്കിൽ തന്ത്രിയെ പിടിച്ചിരിക്കും, അതിലൊരു സംശയം വേണ്ട. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ഇത് നടന്നതെന്നാണ് പറയുന്നത്. അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ കൊടിമരം, ഈ സിമന്റ് കട്ടയിൽ തീർത്ത കൊടിമരത്തിൽ എങ്ങനെയാണ് ഉറുമ്പരിക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം വീടൊക്കെ വെക്കുന്നത് ഹോളോ ബ്രിക്സ് കല്ലിലും സിമന്റിലും ഒക്കെയാണ്. അത് ഉറുമ്പരിച്ച ചരിത്രം നമ്മളാരും കേട്ടിട്ടില്ല. പക്ഷേ ശബരിമലയിൽ ഇത് മറ്റൊരു വർഷം കഴിയുമ്പോൾ ഉറുമ്പരിച്ചു. അത് മാറ്റണമെന്ന് പറഞ്ഞു. അതിന് തന്ത്രിയാണ് നേതൃത്വം നൽകിയത്. അതിന്റെ മുകളിലിരുന്ന വാജീവാഹനം ഏകദേശം
11 ലക്ഷം രൂപയുടെ വിലയുള്ള വാജി വാഹനം തന്ത്രിയുടെ വീട്ടിലെത്തി. അതെങ്ങനെ എത്തിയെന്നറിയില്ല. ആ വാജി വാഹനം ഹൈദരാബാദിലെ ഒരു വ്യവസായിയുടെ വീട്ടിലായിരുന്നു. ഇത് പിടിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിച്ചു. പിന്നീട് തന്ത്രി നല്ലവരായി ഇതാ വാജി വാഹനം എന്റെയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചതാണെന്ന് പറയുന്നു. എന്തായാലും വാജി വാഹനം അവിടെ തന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്നു. പാലകർ 8 വിഗ്രഹങ്ങളാണ് അവിടെ നിന്ന്. പാലകരുടെ 8 വിഗ്രഹങ്ങളാണ് കാണാനില്ലാത്തത്. മാത്രമല്ല ഈ ദേവസ്വം ബോർഡിന്റെ 2 ജീവനക്കാർ അറസ്റ്റിലാവുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നത് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഈ കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്നത് മാത്രമല്ല, സോണിയാഗാന്ധിയുടെ കയ്യിലൊക്കെ ഇവിടെ പിടിച്ച് അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിൽ ചരട് കെട്ടി തൊഴുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള ഒരു വ്യക്തിയാണ് സോണിയാഗാന്ധി എന്ന് പറയുന്നത്. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്താണ് ഈ സ്ത്രീക്കടക്കം ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകുന്നത്. ഇവരുടെ അടുത്തേക്ക് കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് പോലും എത്താൻ ഒരുപാട് കടമ്പകൾ ഇരിക്കെ, കോൺഗ്രസിലെ അവരുടെ പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും എത്താൻ ഒരുപാട് കടമ്പകൾ ഇരിക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ പോയി? ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് തന്ത്രിയുടെ ദൂതനായിട്ടാണോ എന്നുള്ളത്. അതായത് ഈ തന്ത്രി ഏറ്റവും കൂടുതൽ കളിച്ചത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ്. തന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് VD സതീശൻ അടക്കം എത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഒരുപക്ഷെ വിളിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരു ബന്ധം മാത്രമാണോ VD സതീശൻ തന്ത്രിയും തമ്മിൽ? പ്രയാർ ഗോപാലകൃഷ്ണനും തന്ത്രിയും തമ്മിലുള്ള ഇടപാടും ബന്ധവും എന്താണ്? പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും എന്താണ് ബന്ധം എന്നുള്ളത് അന്വേഷിക്കണം. സോണിയാഗാന്ധി ഇതൊക്കെ അന്വേഷിച്ച് കറങ്ങിത്തിരിഞ്ഞു വരുമ്പോൾ ഈ കോൺഗ്രസിന്റെ പാലം ചെന്നെത്തി നിൽക്കുന്നത് ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ മെനഞ്ഞ ഒരു വലിയ കൊള്ള. അതിലൊരുപക്ഷെ കടകംപള്ളി പെട്ടിരിക്കാം, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർ പെട്ടിരിക്കാം. എങ്കിലും പത്മകുമാർ പറയുന്നത് പോലെ എന്നോട് ഒപ്പിടാൻ പറഞ്ഞു, ഞാൻ ഒപ്പിട്ടു. പക്ഷേ ശബരിമലയിൽ നിന്ന് ഇപ്പോ കൊടിമരത്തിൽ ഉറുമ്പരിച്ചു, അതുകൊണ്ട് കൊടിമരം മാറ്റണം എന്ന് തന്ത്രിയുടെ അനുവാദത്തോടെയാണ് അത് മാറ്റിയത്. ആ തന്ത്രി പറയുന്നു എനിക്കൊന്നും അറിയില്ലേ നാമനാരായണ. തന്ത്രിയുടെ പല ഇന്റർവ്യൂകളും ഈ അടുത്ത കാലത്ത് ഇപ്പോൾ പലരും കുത്തിപ്പൊക്കി പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊക്കെ തന്ത്രി പറയുന്നത് ഞാനൊന്നും അയ്യപ്പനോട് ചോദിച്ചിട്ടില്ല. മക്കൾ IAS കാരനാകണമെന്നോ അല്ലെങ്കിൽ ഇന്നത് വേണമെന്നോ ഇന്നത് ചെയ്യണമെന്നോ ഞാൻ ഇന്ന് വരെ ഒന്നും അയ്യപ്പനോട് ചോദിച്ചിട്ടില്ല. എല്ലാം അറിഞ്ഞത് എങ്ങനെ ചോദിക്കാനാണ്? അങ്ങനെ വാ തുറന്ന് മിണ്ടാൻ ഇയാൾ അനുവദിക്കുന്നുണ്ടോ? അയ്യപ്പ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അടിച്ചു മാറ്റി. അതായത് ഈ തന്ത്രിയുടെ റൂമിനപ്പുറത്ത് ഈ കീഴ്ശാന്തിമാരുടെയും ഈ മേൽശാന്തിവരുടെയൊക്കെ ഒരു ചെറിയ റൂം ഉണ്ടെന്നാണ് പറയുന്നത്. കച്ചവടം എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ കച്ചവടം ഉറപ്പിച്ചതിന് ശേഷമാണ് ഒരു പൂജയ്ക്കൊക്കെ 10 ലക്ഷത്തിൽ കൂടുക വലിയ കച്ചവടമാണ് ശബരിമലയെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ കണ്ടുപിടിക്കുകയും വിജിലൻസിന്റെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കണ്ടുപിടിക്കുകയും ഇത് ഇവിടെ ഇനി വച്ചുപറപ്പിച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് അവിടെ നിന്ന് മാറ്റിയത്. ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ, ഈ അയ്യപ്പനെ കട്ടുകൊണ്ടുപോകാൻ താഴ്മൺ കുടുംബത്തിന്റെ കൊമ്പുണ്ട്. അയ്യപ്പനെ കെട്ടാൽ ആരും ചോദിക്കില്ല എന്നാണോ? ഇവിടെ ബ്രഹ്മം അല്ലെങ്കിൽ ദൈവങ്ങളെ വിറ്റ് ജീവിക്കാതെ ഈശ്വര വിശ്വാസത്തോടെ ദൈവത്തിന്റെ മുന്നിൽ ആരെത്തുന്നു അവരൊക്കെ ദൈവത്തിനെ പൂജിക്കാൻ അർഹർ തന്നെയാണ്. ഇന്ന കുടുംബത്തിന് ആരും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ആദ്യം ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഗതി പിടിക്കൂ. തന്ത്രിയെ നല്ല പറയേണ്ടത്, തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുന്ന ഇവനെയൊക്കെ തന്ത്രി എന്ന് വിളിച്ചവരെ വേണം ആദ്യം അടിക്കാൻ.